ഹരി ഓം. ഭാഗവതം പഞ്ചമസ്കന്ധം 26-ാം അധ്യായം 32-ാമത്തെ വരി തൊട്ട്. യേ ത്വിഹ വൈ പുരുഷ പുരുഷമേധേന യജന്തെ യാശ്ച സ്ത്രിയോ നൃപശൂൻ ഖാദന്തി താംശ്ച തേ പശവ ഇവ നിഹതാ യമസദനെ യാതയന്തോ രക്ഷോഗണ സൗനിക ഇവ സ്വധിതിന്യാവ് ആപദാര്യ അസൃഗ് പിബന്തി നൃത്യന്തി ച ഗായന്തി ച ഹൃഷ്യമാണ യഥേഹ പുരുഷാദാഹ. ഏതു ഇഹ വൈ പുരുഷാധമേന എന്നല്ല കണ്ടോ, ഞാൻ രണ്ട് പ്രാവശ്യം എടുത്തെടുത്ത് വായിക്കുക. പുരുഷ മേധേന, ഹിംസിക്കുക. പുരുഷമേധേന മനുഷ്യരെ ഹിംസിച്ചിട്ട് യജന്തെ ദുർദേവതകളെ ആരാധിക്കുന്നുവോ. നമ്മൾ യജ്ഞങ്ങളൊക്കെ നടത്തുമ്പോൾ പണ്ട് കാലത്ത് യജ്ഞപശുവിനെ ഒരു യൂപത്തിൽ കെട്ടിയിടുമായിരുന്നു, ഒരു കുറ്റിയിൽ കെട്ടിയിടുമായിരുന്നു. ഇതിനെയാണ് ഹോമിക്കപ്പെടുന്നതെന്ന് ഒരു അറിവിന് വേണ്ടിയിട്ട് ചെയ്യുമായിരുന്നു. യജ്ഞപശു എന്നതിനെ പറയും. അത് ആടാകാം. പശുഹത്യ ഒരിടത്തും പറയുന്നില്ല കേട്ടോ. ആട് അങ്ങനെയുള്ള വേറെ എന്താണെന്ന്, ആട് കുതിര ഒക്കെ ഉണ്ട്. അശ്വമേധയാഗം അങ്ങനെയല്ലോ, അതിനെ അഴിച്ചു വിടുക എന്നേ ഉള്ളൂ. മിക്കവാറും ഹിംസ ചെയ്യുന്നത് ആടിനെയാണ്. അത് പുരാതന കാലം മുതലേ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ദക്ഷ പ്രജാപതിയുടെ തല അറുത്തതിന് ശേഷം വീരഭദ്രനല്ലേ അത് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ മഹാദേവൻ വന്ന് ഒരു തല വേണമല്ലോ, ദക്ഷന് ജീവന് കൊടുക്കാനെങ്കിൽ ഒരു തല വേണമല്ലോ. അതിന് ആടിൻ്റെ തല എടുത്തു വെച്ചെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആടിൻ്റെ തല എടുക്കണമെങ്കിൽ ആടിനെ കൊല്ലണമല്ലോ. അതെനിക്ക് തോന്നുന്നു അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ രീതി സമ്പ്രദായമായിരിക്കാം. അപ്പോൾ ഈ യജ്ഞപശുവിനെ ആയിട്ട് കരുതുന്നത് കൂടുതലും ആടിനെയാണ്. ആ ആടിനെ കൊല്ലുന്ന മേധേന, കൊല്ലുന്ന മനുഷ്യരെ, അങ്ങനെയുള്ള മനുഷ്യർ യാതൊരു പുരുഷന്മാരാണോ യാതൊരു സ്ത്രീകളോ ഈ ലോകത്തിൽ പുരുഷമേധേന മനുഷ്യരെ ഹിംസിച്ചിട്ട് യജന്തെ ദുർദേവതകളെ. അതുപോലെ മനുഷ്യരും ഉണ്ടായിരുന്നു. ആട് പോലെ തന്നെ മനുഷ്യ കുരുതി കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതൊരു അധമ ചിന്താഗതിയാണ്, അധമ രീതിയിലുള്ള ഭക്തിയാണ് കാണിക്കുന്നത്. അങ്ങനെ അത് ചെയ്യരുത്. അത് ദുർദേവതകളെ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ദുർദേവതകളെ ആരാധിക്കുന്നുണ്ടോ, ഈ മൃഗങ്ങളെയൊക്കെ ബലി കൊടുത്ത്, കോഴി അതിനകത്തൊരു ഇതല്ലേ, അങ്ങനെ ചെയ്യുന്നുണ്ടോ, ആ പശുക്കളുടെ പശു എന്നിവിടെ പറയുന്നത് ജന്തു എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ, ഒരു മൃഗം എന്നുള്ള അർത്ഥത്തിലാണ്. അത് പശുവല്ല. പശുവിനെ കൊല്ലുന്നതായിട്ട് ഒരിടത്തും പറഞ്ഞിട്ടില്ല. പശുവിനെ ഗോഹത്യ, നമ്മുടെ ഒരു കാരണത്തിനും ഗോഹത്യ സമ്പ്രദായമില്ലായിരുന്നു. അതിപ്പോഴും അന്നും എന്നും അത് തെറ്റാണ്. പശു, കാള മുതലായ ജീവികളെ കൊന്ന് അതിൻ്റെ മാംസം ഭക്ഷിക്കുന്നവരെ ഓർമ്മിക്കുക, അത് ചെയ്യരുത്. ഞാൻ വേറെ പല കാര്യങ്ങളും പറയുന്നത് പോലെയല്ല, എല്ലാ കാര്യത്തിനും ഫ്ലെക്സിബിളായിട്ട് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ പശു ഒരിക്കലും അത് നമ്മൾക്ക് വേണ്ടെന്ന് വെക്കാവുന്നതാണ്. കോഴിയെ കഴിക്കാമല്ലോ, അത് ഇഷ്ടമുള്ളവർക്കായി. അതല്ലാതെ ഈ ബീഫ് അത് ഉപേക്ഷിക്കുക, സത്യത്തിൽ ഉപേക്ഷിക്കുക പൂർണ്ണമായിട്ട്. അതെന്താണ്, നമ്മൾ കാളയാണോ പശുവാണെന്നോ ഗോമാതാവെന്ന് നമ്മൾ പറയുകയും അതിനെ തിന്നുകയും ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല കേട്ടോ. ഞാനൊരു സാന്ദർഭിക വശാൽ പറഞ്ഞതേ ഉള്ളൂ, അതൊരു വിഷയമായിട്ട് എടുക്കരുത് കേട്ടോ. അത് ആ പശുക്കളുടെ മാംസങ്ങളെ ഖാദന്തി തിന്നുന്നുവോ താൻച, ആ പുരുഷന്മാരെയും സ്ത്രീകളെയും ആ പശുക്കൾ എന്ന പോലെ നിഹത, ഇവരാൽ ഹനിക്കപ്പെട്ട അവർ. അതായത് അവിടെ മരിച്ച് നമ്മൾ ചെല്ലുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ ഒരിടത്ത്. അങ്ങനെ ചെല്ലുന്നില്ലെന്ന് ഞാൻ എപ്പോഴും പറയും, അതിപ്പോഴും പറയുന്നു. അങ്ങനെ ആ യമലോകത്തിൽ രക്ഷോഗണാഭൂത്വ രാക്ഷസ ഗണങ്ങളായി ഭവിച്ചിട്ട് അവരൊക്കെ നമ്മളെ തിന്നാൻ ഇങ്ങനെ നോക്കിയിരിക്കുക. യാതന്ത ഉപദ്രവിക്കുന്നതിനായി അവതാര്യ, പിളർന്നിട്ട് അങ്ങനെ പിളർന്നിരിക്കുക. അസൃക്ക് രക്തം പിബന്തി കുടിക്കുകയും ഇഹ പുരുഷാദാ ഇവ, പുരുഷന്മാരെ തിന്നുന്നവരെ പോലെ ഹൃഷ്യമാണ് സന്തോഷിക്കുന്നവരായിട്ട് നൃത്യന്തി കളിക്കുകയും ഗായന്തി ച പാടുകയും ചെയ്യുന്നു.
അപ്പോൾ ഇവിടെ ഈ ലോകത്തിൽ മനുഷ്യരെയൊക്കെ ബലി കൊടുത്ത് ഈ ആഭിചാര കർമ്മങ്ങൾ, അതുപോലെ ദുർമന്ത്രവാദങ്ങൾ, ദുർദേവതകളെയൊക്കെ ആരാധിച്ച് ആ മാംസം ഭക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ യമപുരത്തിലിരുന്ന് രക്ഷോഗണങ്ങൾ അവരെ ആ മൃഗങ്ങളെ ഹിംസിക്കുന്നവർ ആയുധം കൊണ്ട് പിളർക്കുന്നത് പോലെ പിളർന്നിട്ട് രക്തം പാനം ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിരിക്കുന്നതാണ്. അതല്ലാതെ അത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എനിക്ക് പറയാതെ പറ്റില്ല. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞിരിക്കുന്നു. പക്ഷേ അത് നമുക്ക് ഇച്ചിരി ബുദ്ധിയുടെ ലോജിക്കായിട്ട് ചിന്തിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ അത് ഇവിടെ നമ്മൾ അനുഭവിക്കേണ്ടി വരുമായിരിക്കാം. ഇതിനെയൊക്കെ തിന്നുന്നത് ശരിയല്ല. ഈ നമ്മളെയൊക്കെ വലിയ ജീവികളെ കൊന്ന് മനുഷ്യൻ ഭക്ഷിക്കുക, അത് മനുഷ്യനെ ഭക്ഷിക്കുന്നതിന് തുല്യമായിട്ടാണത് ഈ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മനുഷ്യരെ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ തിന്നുന്നവർ, അതുപോലെ ഈ മൃഗങ്ങളെയും തിന്നുന്നവർ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിന് തുല്യമായിട്ട് കരുതുന്നു കേട്ടോ. അതുകൊണ്ട് അത് കഴിവതും ഒഴിവാക്കുക. വാക്കുകളെല്ലാം കിട്ടിയെന്ന് ഒന്നുകൂടെ നോക്കട്ടെ. ത്വിഹ പുരുഷ മേധേന യജന്തെ യാഹ ചായാണ് യാശ്ച. അങ്ങനെ യാശ്ച എന്ന് വായിച്ചാൽ മതി. ഷ കേൾക്കണം. യാശ്ച. സ്ത്രീയോ, അത് സ ഉണ്ട് കേട്ടോ. സ്ത്രീയും പുരുഷൻ. പശൂൻ പശൂൻ കഴിഞ്ഞൊരു കോമായിട്ടോ. പശൂൻ ഘാതന്തി താൻ ച ഘാതന്തി താംശ്ച തേ പശവ ഇവ നിഹത യമസദനെ. യമൻ്റെ സ്ഥലത്ത് ചെല്ലുമ്പോൾ, യമൻ്റെ സദനത്തിൽ, യമലോകത്തിൽ യാതയന്തോ രക്ഷോഗണ, ഗണത്തിൽപ്പെട്ടവരായിട്ട് സൗനിക എങ്ങനെയാണ് നിൽക്കുന്നത്? സ്വധിതിന അവതാര്യ. സ്വധിതിന അവതാര്യ എന്നാക്കിക്കോണം കേട്ടോ. സ്വധിതിന അവതാര്യ. അതിനാണ് ആ നായിക്ക് എഴുന്നേറ്റ് കൊടുത്തിരിക്കുന്നത്. സ്വധിതിന അവതാര്യ അസൃക് പിബന്തി നൃത്യന്തി ച ഗായന്തി ച ഹൃഷ്യമാണ യഥേഹ പുരുഷാദാ. തീർന്നേ. ത്വിഹ വ അനാഗസോരണ്യേ ഗ്രാമേ വ വൈശ്രംഭകൈർ ഉപസൃതാൻ ഉപവിശ്രംഭയ്യ ജിജീവിഷൂൻ ശൂരസൂത്രാദിഷു ഉപപ്രോതാൻ ക്രീഡനകതയാ യാതയന്തി തേപി ച പ്രേത്യ യമയാതനാസു ശൂലാദിഷു പ്രോതാത്മന ക്ഷുത്രിഭ്യാം ച അഭിഹത കങ്കവാടാദിഭിഃ ചേതസ്തത തിഗ്മ. ആ തിഗ്മ എന്നുള്ളതിൻ്റെ മുമ്പിലുള്ള സ വെട്ടിക്കളഞ്ഞേരെ. കങ്കവടാദിഭി ചേതസ്തത തിഗ്മ തുണ്ടൈർ അഹന്യമാന ആത്മശമലം സ്മരന്തി. ഇതസ്തത ഹന്യമാന എന്നുള്ളതിൻ്റെ ആ ബാക്കിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. തീക്ഷ്മ തുണ്ടൈർ കൂർത്ത കൊക്ക് കൊണ്ട് ഇതസ്തത തിഗ്മ തുണ്ടൈർ ഹന്യമാന അല്ല, തിഗ്മ തുണ്ടൈർ ഹന്യമാന. തുണ്ടൈഹി ആണ് രാ വന്നിരിക്കുന്നത്. തുണ്ടൈഹി അല്ലെങ്കിൽ തുണ്ടൈർ അഹന്യമാന ആണ് രാ നീട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് തുണ്ടൈർ അഹന്യമാന അല്ല ഹന്യമാന. കണ്ടോ ഇങ്ങനെ തീഷ്മ തുണ്ടൈർ ഹന്യമാന, തീഷ്മ തുണ്ടൈര അഹന്യമാന എന്ന് വരികയല്ലേ. നമ്മൾ നീട്ടി പറയും, അത്രയേ ഉള്ളൂ. അവിടെ ഇർന്ന് പറയണ്ട, ഒന്നിച്ചങ്ങ് വായിച്ചാൽ മതി. തീഷ്മ തുണ്ടൈർ, പക്ഷേ ഒരു കോമ ഇട്ടോ. തീഷ്മ തുണ്ടൈര ഹന്യമാന, തീഷ്മ തുണ്ടൈര ഹന്യമാന. അപ്പോൾ ഒന്നിച്ച് പറയാം. ആത്മസമലം ആഹന്യമാന എന്നില്ല കേട്ടോ. തീഷ്മ തുണ്ടൈർ ആഹന്യം, തീഷ്മ തുണ്ടൈരാഹന്യമാന എന്നേ പറയാൻ പറ്റത്തുള്ളത്. അത് നീട്ടണം, രാ നീട്ടണം. തീഷ്മ തുണ്ടൈർ എന്നല്ല, തുണ്ടൈരാഹന്യമാന. ആ വാക്ക് ഹന്യമാന എന്നാണ്. അപ്പം അത് ഉദ്ദേശിച്ചങ്ങ് വായിച്ചോ. അപ്പം അവിടെ ഒന്നും അതെന്താ വലിയ ഒരു ലൈൻ ആയതുകൊണ്ടാണ് ഞാൻ ഒന്ന് പിരിക്കാവും നോക്കിയത്. കങ്ക വടാദിഭിഹി
ചേത തതസ്തത തിഗ്മതുണ്ടൈരഹന്യമാന. തീഷ്മതുണ്ടൈർ അഹന്യമാന അങ്ങനെ വായിക്കാനത് പറ്റുള്ളൂ കേട്ടോ. ഹന്യമാന എന്നേ ഉള്ളൂ വാക്ക് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ വായിച്ച് വരുമ്പോൾ നമുക്കത് ആ കേൾക്കുന്ന പോലെ തോന്നും. തീഷ്മതുണ്ടൈരാഹന്യമാന ആത്മശമലം സ്മരന്തി. അതൊന്നിച്ച് വായിച്ചോ, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അതൊരു തെറ്റായിട്ട് വരികയില്ല. അഭിഹത എന്നൊരു വാക്ക് അവിടെ അതിന് മുമ്പുണ്ട് കേട്ടോ. അത് നമ്മൾ വായിച്ചല്ലോ, പറഞ്ഞല്ലോ. ഒത്തിരി വാക്കുകൾ. അഭിഹത അത് ശൂൽതാപ്രോതൻ. അവിടെ നോക്കട്ടെ. വൈശ്രംഭകൈർ ഉപശ്രുതാൻ ഉപവിശ്രംഭയ്യ ചാഭിഹത അതാണ് നമ്മൾ മുമ്പേ പറഞ്ഞത്. ചാഭിഹത എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും ആഹന്യമാന എന്നിരിക്കുന്ന തിഗ്മതുണ്ടൈരാഹന്യമാന എന്ന് എഴുതിയിരിക്കുന്നത്. അഹന്യമാന എന്നാണ് വാക്കെന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി. നമ്മൾ പ്ലസ് റേഷൻ ഇടുമ്പോൾ നമുക്കറിയാം അവിടെ ആയുണ്ടെന്ന് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ആ ഇല്ലെന്ന് ഓർത്തോളുക. എന്നാലും അത് ഒന്നിച്ച് വായിക്കുമ്പോൾ ആ ലൈൻ ഒന്നിച്ച് വായിക്കുമ്പം അത് ആന്ന് വരും. അതങ്ങനെ വന്നോട്ടെ. ഏത്വിഹവ അതൊന്നുകൂടെ വായിക്കാമേ. അതിൻ്റെ ആദ്യത്തെ ഭാഗത്തെ ഏത്വിഹവ അനാഗസോരണ്യേ അനാഗസഹ അരണ്യേ എന്ന അതൊന്നിച്ച് വായിച്ചാൽ മതി. അനാഗസോരണ്യേ ഗ്രാമേ വൈശ്രംഭകൈർ ഉപസൃതാൻ ഉപവിശ്രംഭയ്യ. ജിജീവിഷൂൻ ശൂലസൂത്രാദീഷു ഉപപ്രോതാനാണ്. ശൂലസൂത്രാദീഷു ഉപപ്രോതാൻ വരും. കാരണം ശൂലസൂത്രാദിഷു ഉപപ്രോതാൻ നീട്ടുണ്ട്. ഉപപ്രോതാൻ എന്നാണ്. ഉപപ്രോതാൻ ക്രീഡനകതയായാതയന്തി തേപി ച പ്രേത്യ യമയാതനാസു ശൂലാദിഷു പ്രോതാത്മന ക്ഷുത്രിഭ്യാം ചാഭിഹത കങ്കവടാദിഭിഃ ചേത തതസ്തിഗ്മതുണ്ടൈരാഹന്യമാന ആത്മശമലം സ്മരന്തി. ഇനി അത് 34. ഏത്വിഹ വൈ ഭൂതാനി ഉദ്വേജയന്തി നരാ ഉൽബണസ്വഭാവ യഥാ ദന്തശൂകാസ്തേപി പ്രേത്യ നരകേ ദന്തശൂകാഖ്യേ നിബദന്തി യത്ര നൃപ ദന്തശൂക പഞ്ചമുഖ സപ്തമുഖ ഉപസൃത്യ ഗ്രസന്തി യഥോ വിലേശയാൻ. അതിനകത്തൊന്നും തിരുത്താനില്ല. ഏത്വിഹ വൈ ഭൂതാനി ഉദ്വേജയന്തി എന്ന് മാത്രമേ ഉള്ളൂ. ഏത്വിഹ അന്താവട അവിടെ നിർത്തുക, കോമ ഇടുക. കുസൂലഗുഹാദിഷു അതൊരു വാക്ക്. അന്ധാവട കുസൂലഗുഹാദിഷു. അന്ധാവട മാത്രം നിർത്തുക. കുസൂലഗുഹാദിഷു അതൊരു വാക്കായിട്ട് പറയുക കേട്ടോ. അത് കുസൂലഗുഹാദിഷു. ഈ ധാന്യം സൂക്ഷിക്കാനുള്ള പൊത്തുകളൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഭൂതാനി നിരുന്ധന്തി തഥാമുത്ര തേഷുവേവ അങ്ങനെ തന്നെയല്ലേ. തേഷുവേവ ഉപവേശ്യ തേഷുവേവ ഉപഭൂതാനി നിരുന്ധന്തി തഥാമുത്ര തേഷുവേവ ഉപവേശ്യ സഗരേണ വന്യന ധൂമേന നിരുന്ധന്തി. അതിനകത്ത് മാത്രമേ ഉള്ളൂ. അന്ധാവട കഴിഞ്ഞിട്ടൊരു കോമ ഇടുക. കുസൂലഗുഹാദിഷു എന്ന് വായിക്കുക. പിന്നെ ഭൂതാനി നിരുന്ധന്തി തഥാമുത്ര തേഷ്വേവ ഉപവേശ്യ സഗരേണ വന്യന ധൂമേന നിരുന്ധന്തി. തേഷ്വേവ എന്ന് വായിക്കണം. തേഷ്വേവോപവേശ്യ എന്ന് വായിക്കാൻ ശ്രമിക്കണ്ട. യസ്വിഹവ അതിഥീനഭ്യാഗതാൻ അതൊറ്റ വാക്കാം. ഗൃഹപതി രസകൃത് ഉപഗത മന്യുർ ദിധക്ഷുരിവ
ഗൃഹപതിഃ അസകൃതുപഗത അല്ലേ ഗൃഹപതിഃ അസകൃത ഉപഗതമന്യുർദിധക്ഷുരിവ ഉപഗതമന്യു ഗൃഹപതി കൃത് ഉപഗതമന്യു കേട്ടോ കൃത് ഗൃഹപതി അസകൃത് ഗൃഹപതിഃ അസകൃത് രാവെട്ടിട്ട് ആയാക്കുക അസകൃത് ഉപഗത ആ ദായുടെ പായുടെ ഇടയ്ക്ക് രൂ എഴുതിയാൽ അവിടെ ഊന്ന് നമ്മൾ വായിക്കും ഉപഗത മന്യുർ ദിധക്ഷുരിവ പാപേന ചക്ഷുഷ നിരീക്ഷത്തെ തസ്യ ചാപി നിരയെ പാപദൃക്ഷേരക്ഷിണി രക്ഷിണിയല്ല അക്ഷിണി വജ്രതുണ്ടോ ഗൃധ്ര കങ്ക കാകവടാദയ പ്രസഹ്യോരുബലാത് ഉത്പാടയന്തി പ്രസഹ്യോരുബലാത് എന്ന് ഒന്നിച്ച് വായിക്കുക പ്രസഹ്യോരുബലാത് ഉത്പാടയന്തി എന്ന് വേറെ വായിക്കുക അപ്പം മുഴുവൻ ശരിയായി സ്ത്രീഹ വാ അതിഥീനഭ്യാഗതാൻ വാ ഗൃഹപതിരാസകൃത് ഉപഗതമന്യുർ ദിധക്ഷുരിവ പാപേന ചക്ഷുഷ നിരീക്ഷത്തെ തസ്യ ചാപി നിരയെ പാപദൃഷ്ടേരക്ഷിണി വജ്രതുണ്ട ഗൃധ്ര കങ്കകാകവടാദയ പ്രസഹ്യോരുബലാത് ഉത്പാടയന്തി യസ്ത്വിഹ വാ ആഢ്യാഭിം അതിരഹം ആഢ്യാഭിമതിഃ എന്നാണ് അവിടെ മതി അഹം കൃതി തിര്യക് അഹംകൃതി തിര്യക് പ്രേക്ഷേണ അഹംകൃതി തിര്യക്ക് അഹംകൃതി എന്നുള്ളേ അഹംകൃതി ആ കഴിഞ്ഞിട്ടുള്ള അസ വെട്ടിയരെ അഹംകൃതി എന്നവിടെ അങ്ങനെ ഞങ്ങൾ ആക്കുക അഹംകൃതി തിര്യക് പ്രേക്ഷേണ സർവതോഭിവിശങ്കി സർവത അഭിവിശങ്കി ഹ്യർത്ഥനാശ ചിന്തയ പരിശുഷ്യമാണ ഹൃദയവദനോ നിർവൃതിം അനവഗതോ അർത്ഥനാശചിന്തയ അനവഗത നിർവൃതിം അനവഗത നിർവൃതിം നാക്കുക പിന്നെ മാ വെട്ടിട്ട് അനവഗത ഗ്രഹ ഇവ ആർദ്ധം അഭിരക്ഷതി സ ചാപി പ്രേത്യ ഉത്പാദനോത്കർഷണ സംരക്ഷണ ശമലഗ്രഹ എന്നാണ് വാക്ക് കേട്ടോ. സംരക്ഷണ കഴിഞ്ഞിട്ട് കോമ ഇടുക. സൂചിമുഖേ നരകേ നിപതതി യത്ര വിത്തഗ്രഹം പാപപുരുഷം ധർമ്മരാജപുരുഷ വായക ഇവ ധർമ്മരാജപുരുഷ കോമ വായക കോമ ഇവ സർവതോങ്കേഷു സൂത്രൈ പരിവയന്തി. ഏവം വിധ നരക യമാലയേ സന്തി ശതശഃ സഹസ്രശസ്തേഷു ഒരുപാടുണ്ട് എന്നുള്ള അർത്ഥത്തിലങ്ങ് പറയുന്നതാണ് കേട്ടോ. അതൊക്കെ സംഖ്യ ഒന്നും നമ്മളത് ഓർക്കണ്ട. സഹസ്രശതേഷു സഹസ്രശതേഷു ആയിരിക്കും ആണെന്ന് തോന്നുന്നു. സഹസ്രശതേഷു കേട്ടോ. സഹസ്രശ സ വെട്ടിയേര് തേഷു എന്നാക്കാം. അപ്പം സഹസ്രശ കോമ തേഷു സർവേഷു സർവ ഏവാധർമ്മവർത്തിനോ യേ കേചിത് ഇഹോദിതാനുദിതാശ്ച
അനുദിത കേചിത് ഇഹോദിത അനുദിതാശ്ച അനുദിതാശ്ച അനുദിതാച ഇതരത്ര നേവ ക്രമാനു വിശന്തി ധർമാനുവർത്തിന ധർമ്മവർത്തിനോ അധർമ്മവർത്തിന അത് അധർമ്മവർത്തിന തന്നെയാണ് കേട്ടോ. തേ സർവേ യേ കേചിത് ഇഹോദിതാനുദിതാശ്ച അനുദിത കേചിത് ഇഹോദിത അനുദിതാശ്ച ഇഹോദിത അനുദിതാശ്ച അങ്ങനെ വായിച്ചാൽ മതി. അത്തായുടെ ന്യായുടെ ഇടയ്ക്കൊരു കേചിത് ഇഹോദിത അനുദിതാശ്ച ഇഹ ഉദിത ആണ്. കേചിത് ഇഹ ഉദിത ഒന്നിച്ച് വായിച്ചാൽ മതി കേട്ടോ. കേചിത് ഇഹോദിത അനുദിതാശ്ച അവനിപദേ പര്യായേണ വിശന്തി തഥൈവ ധർമാനുവർത്തിന ഇതരത്ര ഇഹ തു പുനർഭവേത്ത ഉഭയശേഷാഭ്യാം നിപശന്തി നിവൃത്തിലക്ഷണമാർഗേ ആദാവ് ഏവ വ്യാഖ്യാതഃ. ആദൗ ഏവയാണ്, ആദാവേവ എന്ന് വായിച്ചാൽ മതി. ഏതാവാനേവ അണ്ഡകോശോ യശ്ചതുർദശധാ പുരാണേഷു വികൽപ്പിത ഉപഗീയതേ യത്തദ്ഭഗവതോ നാരായണസ്യ സാക്ഷാത് മഹാപുരുഷസ്യ സ്ഥവിഷ്ടം രൂപം ആത്മമായാഗുണമയം അനുവർണിതമാതൃത പഠതി ശൃണോതി ശ്രാവയതി സ ഉപഗേയം ഭഗവത പരമാത്മനോഗ്രാഹ്യമപി അഗ്രാഹ്യമാണ് ഉപഗേയം പരമാത്മന അഗ്രാഹ്യമപി പരമാത്മന അഗ്രാഹ്യമപി ഒന്നിച്ച് വായിച്ചാൽ മതി. പരമാത്മനോഗ്രാഹ്യം അപി. അപ്പം നമ്മുടെ അപി കൊണ്ട് നമുക്കൊന്ന് നിർത്താം. അഗ്യം പരമാത്മനോഗ്രാഹ്യം അപി ശ്രദ്ധാഭക്തി വിശുദ്ധ ബുദ്ധിർവേദ. എല്ലാ വാക്കുകളും ആയല്ലോ. ഏതാവാൻ ഏവ അണ്ഡകോശേ യശ്ചതുർദശധ പുരാണേഷു പുരാണങ്ങളിലൊക്കെ 14 വിഭാഗങ്ങളായിട്ട് പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. ഉപഗീയതേ വികൽപ്പിത ഉപഗീയതേ യത്തത് ഭഗവതോ നാരായണസ്യ സാക്ഷാത് മഹാപുരുഷസ്യ സ്ഥവിഷ്ടം രൂപം ആത്മമായാഗുണമയം അനുവർണിതം ആദൃത. മായാമയം അനുവർണിതം അനുവർണിതമാതൃത ഒന്നിച്ച് വായിച്ചാലും മതി, എല്ലാം പിടിക്കണ്ട. അനുവർണിതമാതൃത പഠതി ശൃണോതി ശ്രാവയതി സ ഉപഗേയം ഭഗവത പരമാത്മന അഗ്രാഹ്യം അപി ശ്രദ്ധാഭക്തി വിശുദ്ധ ബുദ്ധിർവേദ. ശ്രുത്വാ സ്ഥൂലം യഥാ സൂക്ഷ്മം രൂപം ഭഗവതോ യതി സ്ഥൂലേ നിർജിതമാത്മാനം ശനൈ സൂക്ഷ്മം ധിയാ നയേത് ഇതി ആണ് നയേദിതി ആയത്. ഒന്നും തിരുത്താനില്ല ഇതിനകത്ത്. ദ്വീപ വർഷ സരിത് അദ്രി ദായുടെ അവിടെ അതാ വെട്ടിട്ട് അദ്രി നഭ സമുദ്ര പാതാള ദിങ് നരകഭാഗണലോക സംസ്ഥ നരകഭാഗണലോക സംസ്ഥ സമുദ്ര പാതാള ദിങ് നരകഭാഗണലോക സംസ്ഥ ഒന്നിച്ചതല്ല. നരകങ്ങൾ നക്ഷത്രഗണങ്ങൾ നരകഭാഗണ
ലോകസംസ്ഥ. ദിങ് പാതാള ദിങ് നരകഭാഗണലോകസംസ്ഥ ഗീതാ മയാ നവ നൃപാത് ഭൂതമീശ്വരസ്യ സ്ഥൂലം വപു സകല ജീവ നികായ ധാമ. ജീവനികായധാമ ഒന്നിച്ചാണത്. സകല ജീവ നികായധാമ. സകല കഴിഞ്ഞ് കോമായിട്ടാൽ മതി. ഹരി ഓം. ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പഞ്ചമസ്കന്ധേ പാരമഹംസ്യാം സംഹിതായാം നരകാനുവർണ്ണനം നാമ ഷഡ്വിംശോധ്യായ. സമാപ്തോയം പഞ്ചമസ്കന്ധഃ. ഹരി ഓം.